നേരെ പൊങ്ങി പോയി. അവര് ഒരു മുകളിൽ നട്ടിട്ടും കൂടെ വന്നാൽ പോരെ. അതിനിപ്പോൾ നടത്തോണ്ട് തീരുമാനിക്കല്ലേ സാറേ? ഇന്ന് നിൽക്കും ഒരു ഇന്നില്ലെങ്കിൽ ഒരു ഇന്നും തീരും ഇവിടെയും തീരും. ഉച്ചയാകുമ്പോഴത്തേനും അല്ല മുകളിലേക്കുള്ള അതുണ്ട് അതൊക്കെ ഇതിലേക്കുള്ളതല്ലേ? അതൊക്കെ ഇതാന്ന് പറയുമ്പോൾ ഒരു ലൈനിന് അവർക്ക് 1 മണിക്കൂർ വേണ്ട. അതല്ലേ? ചെറിയ വേണ്ട. രണ്ടെണ്ണം കൂടി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ചെറുതാണ്. അതൊന്നും കൂടെ പൂട്ടേണ്ടി വരില്ലേ? അത് ആ മൂലയ്ക്കുള്ളത് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അത് മതിയില്ലേ? ചെറിയൊരു ഭാഗം അത് കുഴപ്പമില്ല. അത് വേണമെങ്കിൽ കുറച്ച് ജോലി കൂട്ടി വെച്ചോളാൻ പറയാം അല്ലേ? ഇതാണ് നമ്മുടെ തോമസ് സാറിൻ്റെ കൃഷിൻ്റെ ഉപജ്ഞാതാവ്. തോമസ് സാറേ രണ്ട് വാക്ക് പറയാം. ഒന്നുമില്ല, കൃഷിയിലേക്കൊന്ന് ഇറങ്ങിയതാ. പണ്ടത്തെ ചെറുപ്പകാലത്തുള്ള ഓർമ്മ പുതുക്കുക എന്നുള്ളതാണ് മെയിൻ. ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ വീട്ടിൽ ചാച്ചൻ്റെ കൂടെയൊക്കെ നടന്ന് വയൽകൃഷി എഴുതും, അതിന് പരിചയമുണ്ട്. അതിപ്പം നമുക്ക് പ്രായമായപ്പം തോന്നി ഒന്നും കൂടി ചെയ്യണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ വയൽ പാട്ടത്തിനെടുത്തു. ഞങ്ങൾ സംഘടനാ ബേസിലാണ്, ഒയിസ്ക എന്ന സംഘടനയുടെ ബേസിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതെ അതെ, ഒയിസ്ക എന്ന സംഘടനയുടെ ബേസിലാണ് ഇപ്പോൾ ഇത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഒയിസ്കയിലുള്ള മെമ്പർമാരും ഒക്കെ കൂടിയാണ് എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു. ഇതിനകത്ത് കൂടിയ ആൾക്കാർക്കൊക്കെ ഇത് ഇവർ ബംഗാളിൽ നിന്നാണ്. അതെ, ബംഗാൾ ആൾക്കാരാണ്. അവർ നല്ല സ്പീഡിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നട്ട സ്ഥലങ്ങളാണ് ആ കാണുന്ന മുഴുവൻ. ഇന്ന് അവർ ഇത്ര ആൾക്കാർ ഉച്ചയായപ്പോഴത്തേക്ക്, രാവിലെ അവർ ഉച്ചയായപ്പോഴത്തേക്ക് നട്ട സ്ഥലങ്ങളാണ്. അവർ ഞാറ് പറിക്കുന്നു, ഇത്രയും പണികളൊക്കെ ചെയ്യുന്നുണ്ട്.